ശ്രീ മനോജ് കടകംപള്ളി നമുക്കിപ്പോൾ ഉണ്ട്. ഹർജിക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. ശ്രീ മനോജ് കടകംപള്ളി, ഈ അന്വേഷണം ഇഴയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. 2015 കാലത്ത് തുടങ്ങിയ അന്വേഷണം അതിപ്പോൾ 10 വർഷത്തോളമായി നിൽക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ അന്വേഷണത്തിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇപ്പോൾ കോടതിയുടെ കടുത്ത രൂക്ഷമായ പരാമർശത്തിന് വരെ വഴിവെക്കുന്ന തരത്തിൽ ഇരുവർക്കും സംരക്ഷണം ഉണ്ടായി. ആ സംരക്ഷണത്തിന്റെ കാരണം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്വേഷണം എഴയുകയല്ല, അന്വേഷണം പൂർത്തിയായി. 2015 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഡിവിഷൻ ബെഞ്ചാണ് CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഈ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതി അന്ന് പരിഗണിച്ചത് 12 റിപ്പോർട്ടുകളായിരുന്നു. അത് 11 ഞാനാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. പരാതിക്കാരൻ എന്ന നിലയിൽ ഞാനാണ് ഹാജരാക്കുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തില് ഇത്രയും ഏജൻസികൾ അഴിമതി അന്വേഷിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം കാണത്തില്ല. ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, C&AG, നിയമസഭാ സമിതി, വിജിലൻസ്, ഇത്രയും സംസ്ഥാനത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തില് എന്തെങ്കിലും ക്രമക്കേടോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറ്റുന്ന ഏജൻസികൾ ഈ സംസ്ഥാനത്ത് ഈ 5 ഏജൻസികളേ ഉള്ളൂ. ഈ 5 ഏജൻസികളും വിവിധ സമയങ്ങളിൽ അന്വേഷിച്ച് അഴിമതി കണ്ടെത്തിയത് 11 റിപ്പോർട്ടുകളാണ് ഞാൻ ഹൈക്കോടതിയിൽ നൽകുന്നത്. എന്റെ പരാതിയിൽ 11 റിപ്പോർട്ട് നൽകിയപ്പോൾ ഗവൺമെന്റ് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ IAS ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്ത് വെച്ചുകൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. അന്ന് PH കുര്യനായിരുന്നു ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പക്ഷെ അതിനകത്ത് ഗവൺമെന്റിന് അന്നൊരു തെറ്റുപറ്റി. അന്ന് അതിനകത്തൊരു എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഒരു അംഗമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വെച്ചത് ഈ KA രതീഷിന്റെ പേഴ്സണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വെച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാളെ സർക്കാർ കമ്മിറ്റിയിൽ വന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞാൻ ചോദ്യം ചെയ്തു, കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കോടതി രൂക്ഷമായ വിമർശനം നടത്തി 2015. അതിനുശേഷം കോടതി പറഞ്ഞു ഇത് മോണിറ്റർ ചെയ്യേണ്ടത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി V സോമസുന്ദരൻ IAS ആയിരുന്നു. അന്ന് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. പക്ഷെ ഈ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹം കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ മാറിപ്പോയി. പകരം ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് വന്നത് ഡോക്ടർ KM എബ്രഹാം. എബ്രഹാം സാറാണ് ഇത് കൊടിയ അഴിമതിയാണ്, ഇത് വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇത് CBI അന്വേഷണം തന്നെ വേണം, ഇത് ആഫ്രിക്ക തുടങ്ങിയ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് CBI അന്വേഷണം തന്നെ വേണമെന്നും പറഞ്ഞ് സീൽഡ് കവറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് കൊടുത്തു. അതും കൂടെ ഒക്കെ പരിഗണിച്ചായിരിക്കും ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBI അന്വേഷണത്തിൽ ഉത്തരവിടുന്നത്. അന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ഈ എബ്രഹാം സാറിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞു ഇത് അഴിമതി തന്നെയാണ്, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ഇനി വിജിലൻസ് അന്വേഷിക്കേണ്ട, ഇത് ഇന്റർനാഷണൽ ട്രേഡിംഗ് ആണ്, ഇത് വിദേശത്തു നിന്നുള്ള തോട്ടണ്ടിയാണ്, അതുകൊണ്ട് വിദേശത്തുള്ള ഇടപാടുകൾ അന്വേഷിക്കാൻ വിജിലൻസിനെ പോലുള്ള നമ്മളെ ഡൊമസ്റ്റിക് ഏജൻസിക്ക് പറ്റത്തില്ല, ഇത് ഇന്റർനാഷണൽ ഏജൻസി പോലുള്ള CBIക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് CBI ഇതിനകത്ത് വരുന്നത്. 2015 സെപ്റ്റംബർ 23 കുറിച്ച് വ്യക്തമായി അറിയാത്തവർക്ക് ഈ കേസിന്റെ പശ്ചാത്തലം ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ CBIയുടെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണല്ലോ. സർക്കാർ ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ 2 പ്രധാനപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്? എങ്ങനെയാണ് 2 പ്രധാനപ്പെട്ട പദവികളിൽ ഇപ്പോഴും KA രതീഷിന് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്ന്, അഴിമതി ആരോപണങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ അഴിമതികളിൽ ഒന്ന്, അന്വേഷണ ഏജൻസികൾ അഴിമതി എന്ന് കണ്ടെത്തി സർക്കാരിനും അത്തരമൊരു നിലപാടുള്ള സംഭവത്തിൽ എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട പദവികളിൽ തുടരുന്നത് എന്ന കാര്യത്തിൽ ഹർജിക്കാരനായി വിഷയത്തിൽ കൂടുതലായി ഇടപെട്ട താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പുറത്തറിയുന്നതും ഇവിടെ നിന്നും കൊള്ളയടിക്കപ്പെട്ടത് 500 കോടി രൂപയൊന്നും അല്ല, അതിനും മുകളിലാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഈ അഴിമതി നടത്തി 10 വർഷം അഴിമതി നടത്തിയ പണം ഏകദേശം 1000 കോടിയോളം രൂപ വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. ഈ പണത്തിന്റെ ആ സ്രോതസ്സാണ്, അല്ലെങ്കിൽ ആ പണം വെച്ചാണ് ഇവർ ഇതിനകത്തൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ അനുമതിക്ക് നിഷേധിക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ, ഹൈക്കോടതി തുടർച്ചയായി 2-3 തവണ ഇത്രയും വിമർശനം നടത്തിയിട്ടും ഈ പ്രതികളെ സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും അതിനകത്ത് വലിയ താല്പര്യം ഉണ്ടായിക്കാണ്. സാധാരണഗതിയിൽ സംരക്ഷിക്കേണ്ട, ഞാൻ തീർത്തു പറയുന്നു, UDF സർക്കാർ ആയിരുന്നെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കത്തില്ല. ചന്ദ്രശേഖരൻ കോൺഗ്രസ്സുകാരനാണ്, INTUC-കാരനാണ്. അതിനൊരു കാരണം കൂടെ ഞാൻ പറയാം. ഹൈക്കോടതി ഉത്തരവിട്ടു CBI അന്വേഷണത്തിന്. അന്നേരം കശുവണ്ടി വികസന കോർപ്പറേഷൻ അപ്പീൽ പോകാൻ ഒരു ശ്രമം നടത്തി. അന്ന് KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരനായിരുന്നു.
സുധീരൻ സാറ് അതിനകത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു ഒരു കാരണവശാൽ അപ്പീൽ പോകാൻ പറ്റത്തില്ല എന്ന് ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ട് ഈ അന്വേഷണം നേരിടണമെന്ന് പറഞ്ഞു. ഇത് പാവങ്ങളുടെ പണമാണ് ഇവിടെ കൊള്ളയടിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർ നിരപരാധികളാണെന്നെങ്കിൽ അന്വേഷണത്തിൽ തെളിയണം. അതുകൊണ്ട് അപ്പീൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അന്ന് അപ്പീൽ പോകാഞ്ഞത്. അല്ല, അവിടെയാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. കോൺഗ്രസുകാർക്കില്ലാത്ത എന്ത് താല്പര്യമാണ് ആർ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ LDF സർക്കാരിനുള്ളത്? ആ ചോദ്യവും ആ സംശയവും തന്നെയാണ് നിൽക്കുന്നത്. കോടതിയും ആ ചോദ്യം ചോദിക്കുകയില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണോ എന്ന്. അത് ഈ അങ്ങോട്ട് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ വേറെ ചില ഇടപാടുകൾ, കരിമണൽ കർത്തയായിട്ടുള്ള ബന്ധം പുറത്തു വരും. അങ്ങനെ പല പല ഇടപാടുകളുണ്ട്. ഇവരൊക്കെ ഒരു കൂട്ടുകമ്പനി, കരിമണൽ കർത്ത എവിടാ ചെന്ന് നിൽക്കുന്നത് നമുക്കറിയാമല്ലോ, എക്സാലോജിക്കിൽ ചെന്ന് നിൽക്കും. അന്നേരം ഇത് വലിയ ഒരു മാഫിയയാണിത്. ഈ മാഫിയയിൽ അംഗമായിരിക്കുന്നവർക്ക് ഇപ്പം ഇടതുപക്ഷ സർക്കാരിൽ വലിയ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പറഞ്ഞു. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ അഴിമതി നടന്നു എന്ന് കണ്ടെത്തി CBIയും വിജിലൻസുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. മറ്റു ഏജൻസികളൊക്കെ നിൽക്കട്ടെ. അത് ഈ പ്രതികൾ CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ നിരപരാധിയാണ്, ഈ കുറ്റപത്രം സ്വീകരിക്കരുത്, ഈ IPC പ്രകാരമുള്ള കുറ്റപത്രം സ്വീകരിക്കല്ലോ എന്നും പറഞ്ഞ് തിരുവനന്തപുരം CJM കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഈ 3 കോടതികളും കേസ് പരിശോധിച്ച് CBIയുടെ വാദം കേട്ടിട്ട് പറഞ്ഞു ഇത് അഴിമതിയാണ്, അതുകൊണ്ട് നിങ്ങൾ IPC പ്രകാരമുള്ള വിചാരണ നേരിടണം. PC ആക്ട് പ്രകാരമുള്ളതാണ് ഇപ്പൊ പെൻഡിങ്. IPC പ്രകാരമുള്ള വിചാരണയ്ക്ക് പ്രതികൾക്ക് സമൻസ് അയച്ചിട്ടുണ്ട് കോടതി. ഹൈക്കോടതിയിൽ ഈ കേസ് പെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ് ആ വിചാരണ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കോടതികൾ, ഇന്ത്യയിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും, എല്ലാ ഗവൺമെന്റ് ഏജൻസികളും, എല്ലാ കോടതികളും പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണത്. പക്ഷേ ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ ഇതിന്റെ മെറിറ്റിലേക്ക് കടന്ന് വിചാരണ നേരിടണം, ഇത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട്, CBI അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ വിവിധ അന്വേഷണ ഏജൻസികൾ, ആദ്യഘട്ടത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് അടക്കമുള്ള വിവിധ അന്വേഷണ സംവിധാനങ്ങൾ ഇത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 2 പേർക്കും സംരക്ഷണം ഒരുക്കപ്പെടുന്നു എന്നതാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാക്കി ഇതിനെ വീണ്ടും മാറ്റുന്നത്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ദീർഘകാലമായി